ശ്രീ എം പി ഫവാസ്, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇറാൻ സ്വയം കൃതാനർത്ഥം ചെയ്യുന്നു, ആത്മഹത്യാപരമാണ് ഇറാന്റെ ഈ നീക്കങ്ങൾ. ശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി സൗഹാർദ്ദത്തിന്റെ കൈകൾ നീട്ടുന്നവരെ പോലും ഇറാൻ ഇപ്പോൾ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് ഒമാനിൽ പോലും ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചുവെന്ന്. നെതന്യാഹു എവിടെയെന്നുള്ള ചോദ്യം ലോകത്താകമാനം ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു അവകാശവാദം മാത്രമായിരിക്കില്ലേ? ഇറാൻ അത്ര കണ്ട് ശക്തിയുണ്ടോ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തെ നേരിടുവാൻ? കേൾക്കാമോ? കേൾക്കാം ഫവാസ്. ഓക്കെ. ഇപ്പൊ അവസാനം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബെഞ്ചമിൻ നെതന്യാഹു ജർമ്മനിയിലേക്ക് കടന്നു, അതല്ല ഇറ്റലിയിലാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ കൂടി സോവർണിറ്റി ബ്രീച്ച് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു നടപടിക്ക് ഈ സമയത്ത് ഇറാൻ മുതിരും എന്ന് കരുതാൻ നിർവാഹമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലുള്ള ഒരു ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ജൂണിൽ നടന്നിട്ടുള്ള 12-ഡേ വാറിന്റെ സമയത്ത് തന്നെ അമേരിക്കയുടെ US ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ആണവ ശക്തി നശിപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു US ഇന്റലിജൻസിന്റെ കഴിഞ്ഞ ജൂണിൽ നടന്ന പാക്ട് പ്രകാരമുള്ള കണക്കുകൂട്ടൽ, അതല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് പിന്നെ US എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ക്ലെയിം ചെയ്യുന്നത് ഇറാൻ ഈസ് ജസ്റ്റ് വൺ വീക്ക് അവേ ഫ്രം ദിസ് ബോംബ് ബിൽഡിംഗ് എന്നുള്ളത്. അതായത് ന്യൂക്ലിയർ ബോംബ് ബിൽഡ് ചെയ്യുന്നതിൽ നിന്ന് ജസ്റ്റ് ഒരു 1 വീക്ക് അകലെയാണെന്ന് കഴിഞ്ഞ വീക്ക് പറയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നത്, ഇറാൻ കഴിഞ്ഞ ജൂണിൽ നടന്ന തിരിച്ചടിക്ക് ശേഷം, പ്രത്യേകിച്ചും ഇറാന്റെ വളരെ സീനിയറായ ആണവ ശാസ്ത്രജ്ഞരായ ഒരുപാട് ആളുകൾ, ഇപ്പൊ മുഹ്സിൻ ഫഖ്രിജാദെ അടക്കമുള്ള ഇറാന്റെ ഏറ്റവും ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റുകളെ മുൻപേ അമേരിക്കയും ഇസ്രായേലും ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള സയന്റിസ്റ്റുകളൊക്കെ നിരനിരയായി കൊന്നൊടുക്കിയതിന് ശേഷം ഒരിക്കലും ഇറാന് തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഫോക്കസ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ, ഈവൻ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മധ്യസ്ഥ ശ്രമത്തിനിടെ ഒമാനി വിദേശകാര്യമന്ത്രി ഇതിൽ നെഗോഷിയേഷന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന മിസ്റ്റർ ബദർ ബിൻ ഹമ്മാദ് എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ വാർ അവസാനിപ്പിക്കുന്നതിനാവശ്യമായി പൂർണ്ണമായും നിരായുധീകരണത്തിന് ഇറാൻ സജ്ജമായിരുന്നു എന്നത് മീഡിയേറ്റേഴ്സിനെ ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ ഈ ഒരു സാഹചര്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് കൃത്യമായും വിരൽ ചൂണ്ടുന്നത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് നടക്കാതെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങില്ല എന്നത് കൂടിയാണ്. അതുമാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പരമോന്നത നേതാവിനെയാണ് US ഇസ്രായേൽ അതിക്രമിച്ചിട്ടുള്ളത്. അപ്പോ എന്ത് കണ്ടും വളരെ എക്സിസ്റ്റൻഷ്യൽ ആയ ഒരു ത്രെട്ടിലേക്കാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്സ് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലനിൽപ്പിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ചുറ്റുമുള്ള പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളുടെ മേൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെയാണ്, അല്ലെങ്കിൽ US ബേസസിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്ന സമയത്ത് പോലും തീർച്ചയായും അവരുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇറാൻ പോകുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇറാൻ എടുക്കുന്നത് തന്നെ അറബ് രാജ്യങ്ങളെ കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എങ്ങനെയും ഒരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ശരി, ഇപ്പോൾ ധനേഷ് മുരളി ചേരുന്നുണ്ട്. ധനേഷ് ബഹ്റൈനിലല്ലേ ഉള്ളത്? അതെ. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ് ഇന്ന്? ആദ്യത്തെ ദിവസത്തെ ആ സമാന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഇന്നത്തെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിത് ബഹറിലുള്ള മലയാളികളായാലും അല്ലെങ്കിൽ ബഹറിനി കമ്മ്യൂണിറ്റി ആയാലും മറ്റു രാജ്യക്കാരൊക്കെ ആണെങ്കിൽ തന്നെയും അവര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അല്പം പരിഭ്രാന്തി വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് നമ്മൾ ഡൈജസ്റ്റ് ആയിരിക്കുകയാണ് ആളുകൾ. അപ്പൊ അത് പിന്നെ ഗവൺമെന്റ് തരുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ അവരവരുടെ സ്പേസിൽ ഒതുങ്ങി ജീവിച്ച് മുമ്പോട്ട് പോകണം. ഒരു കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പ്രിക്കോഷൻ എടുത്ത്, ശരിക്കും ആ ഒരു ലെവലിലേക്ക് ഇവിടുത്തെ സമൂഹം മാറിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അക്രമങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ്. മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ കൂടി പല സ്ഥലങ്ങളിലും മിസൈൽ പതിക്കുകയും ഈവൻ ബഹറിൽ ഒരു മരണം വരെ, ഏഷ്യൻ പൗരന്റെ മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ബഹറിലെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അല്ലേ?
അങ്ങനെയില്ല. നമുക്ക് അവശ്യ സാധനങ്ങൾക്കൊക്കെ ഒന്ന് പുറത്തു പോകാം. ഇപ്പം എമർജൻസി സർവീസുകളുണ്ട്, അത് നമുക്ക് നിർത്തിവെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബാക്കി പല ജോലികളിലും നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ റോഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആളുകളുണ്ട്, റോഡിൽ ഇപ്പോഴും ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അലേർട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ മുമ്പിലുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ഈ ആദ്യത്തെ ദിവസം താങ്കൾ പറഞ്ഞു ആദ്യത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ പക്ഷേ സർക്കാർ കൃത്യമായിട്ട് ഇടപെടും, ഈ പറയുന്ന മിസൈലുകൾ എത്ര വന്നാലും അതിനെ നിർവീര്യമാക്കുവാനുള്ള സംവിധാനമുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടല്ലോ, നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് ഇതിനെ ഫേസ് ചെയ്യാണല്ലോ. പ്രത്യേകിച്ച് മലയാളികളൊക്കെ പറയുന്നത് നമ്മൾ ഈ യുദ്ധത്തിനെ കാണാത്ത ഒരു ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ വളരെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള ബെഹർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയുടെ പകുതി മാത്രമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് എവിടെ മിസൈൽ പതിച്ചാലും ചുറ്റുമുള്ള ഒരു 5-6 കിലോമീറ്ററിൽ ഷേക്ക് ഉണ്ടാവുകയും അവിടെ വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പലരും പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് ഡേഞ്ചറസ് സ്ഥലങ്ങളിൽ നിന്ന് മലയാളി സമൂഹം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ ഡൈജസ്റ്റ് ആയി അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസുകളൊക്കെ ഈ പഴയതുപോലെ ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? വർക്ക് അറ്റ് ഹോം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ അല്ലേ? ചില സെക്ടറുകൾ മാത്രം വർക്ക് അറ്റ് ഹോം, റിമോട്ട് ജോലികളിലൊക്കെയാണ്. പക്ഷെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നമുള്ളത് ഈ വിമാന സർവീസുകൾ ഇല്ല എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വലിയ പ്രശ്നമാണ്. കാരണം ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്, വലിയ നാട്ടിലുള്ള ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ശരി, ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ എങ്ങനെ കാണുന്നു? ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാകാനാണ് സാധ്യതയുള്ളത്? എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് ഇസ്രയേലിനൊപ്പം ചേർന്ന്? മറ്റൊരു കാര്യം, നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുകയാണ്. ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തെക്കുറിച്ച് വരുന്നില്ല. അതിൽ നിഷേധിക്കുന്നുമില്ലല്ലോ ഇതുവരെ ഇസ്രായേൽ. മഞ്ജുഷ, സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് യുദ്ധം തുടങ്ങി 57 മണിക്കൂർ പിന്നിടുമ്പം ഇവിടെ നിന്നുള്ള ഒരു എക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. അതാണ്. അപ്പം എല്ലാവരും ചോദിച്ചു എന്താണ് റീസൺ ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊരു കാതലായ തീരുമാനം എടുക്കാനായിട്ട്, പലരും ഒരു ഡിസ്ട്രക്റ്റീവ് തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ തന്നെ അമേരിക്ക ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആൻസറാണ് ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. നിങ്ങൾ എന്നെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ പിടിച്ചു എന്നുള്ള ഇതാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പം ഒരു കഴിഞ്ഞ 6 മാസത്തെ ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 79 തൊട്ടുള്ള ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു കഴിഞ്ഞ 40, 50 അല്ല 45 വർഷമായിട്ട് അമേരിക്കൻ അസറ്റുകളെ പല രീതിയിൽ പല ഭാഗങ്ങളിൽ ടാർഗറ്റ് ചെയ്യും ഇറാൻ അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കയുടെ ഒരു കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. അപ്പം അതുകൊണ്ടിട്ട് തന്നെ സ്ട്രാറ്റജിക്കലി ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരു റൈറ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അതിന് 3 റീസൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ റീസൺ അയത്തുള്ള ഖമേനി അവരുടെ സുപ്രീം ലീഡറെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ളതെല്ലാം കംപ്ലീറ്റ് ഡിസാർമമെന്റ് ചെയ്യുക എന്നുള്ള, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് റെജീം ചേഞ്ച് എന്നുള്ള 3 പോയിന്റ് ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പാസ് വി സ്പീക്ക് നൗ, പീറ്റ് ഹെക്സത്ത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.